എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മൂന്നാം T20 മത്സരത്തിൽ ഇന്ത്യക്ക് ലോക റെക്കോർഡ് ജയം. ഇന്നത്തെ വിജയത്തോടെ ഇന്ത്യ പരമ്പര തൂത്തുവാരി. ഇന്ന് ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും 3 നിർണായക മാറ്റങ്ങളുമായി ആണ് ഇന്ത്യ ഇന്ന് കളത്തിൽ ഇറങ്ങിയത്. മലയാളി താരം സഞ്ജു, കുൽദീപ് യാദവ്, ആവേശ് ഖാൻ തുടങ്ങി താരങ്ങൾ ഇന്ന് ഇന്ത്യൻ ടീമിൽ ഇടം നേടി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് മികച്ച തുടക്കം അല്ല ലഭിച്ചത്. 3-ാം ഓവറിൽ തന്നെ ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണർ ജയ്സ്വാളിനെ ഇന്ത്യക്ക് നഷ്ടമായി. 6 ബോളിൽ 4 റൺസ് നേടി ഫരീദ് അഹമ്മദിന്റെ പന്തിലാണ് താരം പുറത്തായത്. 3-ാം നമ്പരിൽ എത്തിയ കോഹ്ലി ഫരീദ് അഹമ്മദിന്റെ തൊട്ടടുത്ത പന്തിൽ ഗോൾഡൻ ഡക്ക് ആയി പുറത്തായി. അതോടെ ഇന്ത്യ ഒന്ന് പതറി. എന്നാൽ മിന്നും ഫോമിൽ കളിക്കുന്ന ശിവം ദുബെയും രോഹിത്തും ചേർന്ന് ഇന്ത്യൻ ഇന്നിംഗ്സ് മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചു. വെറും 3 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ഒമർസായി ഇന്ത്യയുടെ വില്ലനായി വീണ്ടും എത്തി. ഇത്തവണ പുറത്തായത് ശിവം ദുബെയാണ്. 1 റൺസ് മാത്രമാണ് താരത്തിന് നേടാൻ സാധിച്ചത്. പിന്നീട് ക്രീസിൽ എത്തിയത് മലയാളി താരം സഞ്ജു ആയിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ T20 ടീമിൽ അവസരം ലഭിച്ച സഞ്ജു ഇന്ന് വൻ ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഫരീദ് അഹമ്മദിന്റെ ആദ്യ പന്തിൽ തന്നെ അനാവശ്യ ഷോട്ട് കളിച്ച് സഞ്ജുവും പവിലിയനിലേക്ക് മടങ്ങി. ഇതോടെ ഇന്ത്യ 22-4 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. എന്നാൽ മറുവശത്ത് രോഹിത് നിലയുറപ്പിച്ചു തന്നെ നിന്നു. റിങ്കു സിംഗിനെയും കൂട്ടുപിടിച്ച് ഇരുവരും മികച്ച പാർട്ണർഷിപ്പ് കണ്ടെത്തി. മെല്ലെ തുടങ്ങിയ രോഹിത്തും റിങ്കുവും 15 ഓവർ കഴിഞ്ഞതോടെ തീപ്പൊരി പ്രകടനമാണ് പുറത്തെടുത്തത്. ചിന്നസ്വാമിയിൽ രോഹിത്തിന്റെ ഒരു വെടിക്കെട്ട് പ്രകടനത്തിനാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിച്ചത്. അഫ്ഗാൻ ബൗളർമാരെ സിക്സറുകളും ഫോറുകളും കൊണ്ട് രോഹിത് അമ്മാനമാടി. ക്യാപ്റ്റൻ രോഹിത്തിന് റിങ്കുസിംഗ് മികച്ച പിന്തുണ തന്നെയാണ് നൽകിയത്. അങ്ങനെ 20 ഓവർ അവസാനിച്ചപ്പോൾ 212-4 എന്ന നിലയിൽ ആക്കി രോഹിത്തും റിങ്കുവും ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. ഇന്ത്യൻ നിരയിൽ രോഹിത് 69 ബോളിൽ 11 ഫോറും 8 സിക്സും ഉൾപ്പെടെ 120 റൺസാണ് അടിച്ചുകൂട്ടിയത്. രോഹിത്തിന്റെ T20 കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്ന് അഫ്ഗാനിസ്ഥാൻ എതിരെ പിറന്നത്. റിങ്കുസിംഗ് 39 ബോളിൽ 69 റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അവസാന ഓവറിൽ ഇന്ത്യ 36 റൺസാണ് അടിച്ചുകൂട്ടിയത്. അഫ്ഗാൻ ബോളിംഗിൽ ഫരീദ് അഹമ്മദ് മികച്ച പ്രകടനം പുറത്തെടുത്തു. 212 എന്ന കൂറ്റൻ ടാർഗറ്റ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ അഫ്ഗാനിസ്ഥാന് മികച്ച തുടക്കമാണ് ലഭിച്ചത്. ഓപ്പണിംഗിൽ ഗുർബാസും ക്യാപ്റ്റൻ സദ്രാനും കൂടെ മികച്ച പാർട്ണർഷിപ്പ് കണ്ടെത്തി. ആദ്യ പവർ പ്ലേ അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ വിക്കറ്റ് നഷ്ടപ്പെടാതെ 51 റൺസ് നേടി. തുടർന്ന് ഇരുവരും ആക്രമിച്ചു കളിച്ചതോടെ ഇന്ത്യ ഒന്ന് പതറി. ഇന്ത്യൻ ബൗളർമാർക്ക് ശരിക്കും കിട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. 10 ഓവറിൽ അഫ്ഗാനിസ്ഥാൻ 85 കടന്നു. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ കുൽദീപ് യാദവ് ഇന്ത്യക്കായി സ്ട്രൈക്ക് ചെയ്തു. വെടിക്കെട്ട് ഓപ്പണർ ഗുർബാസ് ആണ് പുറത്തായത്. 32 പന്തിൽ 50 റൺസ് ആണ് താരം അടിച്ചുകൂട്ടിയത്. പിന്നീട് വന്ന അഫ്ഗാൻ ബാറ്റ്സ്മാൻമാർ പൊരുതി നോക്കിയെങ്കിലും അവസാനം ഇന്ത്യക്ക് മുന്നിൽ അവർ മുട്ടുകുത്തുകയായിരുന്നു. ഇന്നത്തെ മത്സരവും ജയിച്ചതോടെ 3 കളിയിൽ 3ഉം ജയിച്ച് ഇന്ത്യ പരമ്പര തൂത്തുവാരി. അഫ്ഗാനിസ്ഥാൻ ഇന്നും തോറ്റതോടെ അവർ ശരിക്കും നാണം കെട്ടു. ഇന്ന് സെഞ്ചുറി നേടി മിന്നിത്തിളങ്ങിയ രോഹിത് ശർമ്മയാണ് കളിയിലെ താരം. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.